അപ്പോൾ ഗൈസ് നമുക്കിന്നൊരു ബീട്രൂട്ട് തോരൻ വെച്ചാലോ? എങ്ങനെയിരിക്കും? ഇന്നത്തെ ചിക്കൻ കറിയും ചോറും ബീട്രൂട്ട് തോരൻ. അപ്പോൾ നമുക്കിന്നൊരു ബീട്രൂട്ട് തോരൻ വെച്ചാലോ? വായോ വയ്ക്കാം. നമുക്ക് ബീട്രൂട്ട് തോരനിൽ നമുക്ക് വേണ്ടത് ഉള്ളി 2 ബീട്രൂട്ടാണ്. ബാക്കിയെല്ലാം വീഡിയോയിൽ കാണാം. നമുക്കപ്പോൾ ആദ്യം അരിഞ്ഞ് വയ്ക്കാം. ഓൾമോസ്റ്റ് ഇപ്പോൾ ഞാൻ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അടുത്ത ബീട്രൂട്ട് അരിയണം. ഓക്കെ, അത് അരിയാണ്. അപ്പോൾ ഗൈസ് നമുക്കപ്പോൾ ബീട്രൂട്ട് അരിഞ്ഞ് തുടങ്ങിയാലോ? ബീട്രൂട്ട് അപ്പോൾ നമുക്ക് അരിയാം. ഇതൊക്കെ അറിയുമ്പോഴാണ് വീട്ടിലെ അമ്മയൊക്കെ ഞാൻ വല്ലാണ്ടാണ് മിസ് ചെയ്യണത്. ഓക്കെ, ഞാൻ മാത്രമായിരിക്കില്ല, ഇവിടുത്തെ മിക്കവാറുള്ള പ്രവാസികളും ഇങ്ങനെ വിചാരിക്കും നാട്ടിലെ അമ്മയൊക്കെ മിസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഈ ഒരു സാഹചര്യം മാത്രമാണ്. ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും കൈ തെറ്റി ഇതേപോലെ പോയി ഇതിൽ കൈയെത്തി നമ്മളെ മാംസോടെ പോകുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയൊക്കെ മിസ് ചെയ്യുന്ന ഒരേ ഒരു ചാൻസ് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ഞാൻ ഈ ഒരു സമയം ഈ കിച്ചണിൽ കയറുമ്പോൾ മാത്രമാണ്. ഓക്കെ, നാട്ടിലെ ഫുഡ് അവർ വേവിച്ച് കൊണ്ടുവന്ന് നമ്മൾ മുമ്പ് വയ്ക്കുമ്പോൾ കഴിക്കുന്നത് മാത്രമാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇത്ര കഷ്ടപ്പെടാമെന്ന് ഞാൻ വിചാരിച്ചത്. അടുക്കളയിലെ കേസ് പറഞ്ഞിട്ടിപ്പോൾ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഗൈസ് ഞാൻ ഒന്ന് അരിഞ്ഞ് തീരട്ടെ, എന്നിട്ട് വരാം, ബാക്കി കാണിക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് തുടങ്ങിയാലോ പരിപാടികൾ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ വേണം. പാൻ ചൂടാക്കാൻ വയ്ക്കാം. പാനൊന്ന് ചൂടാവണം. എന്നിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ എടുക്കാം. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ എണ്ണ ഒഴിക്കുക. ശരി, ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് അപ്പോൾ ഗൈസ് ഓൾമോസ്റ്റ് എണ്ണ ചൂടായി കഴിഞ്ഞ് നമുക്ക് ഇനി ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. ഓക്കെ, കൂടിപ്പോയി, കടുക് കൂടി പോയി, വേണ്ട, തട്ടിയായി വേണ്ട, കിടക്കട്ടെ. കടുകൊന്ന് പൊട്ടി തീരുമ്പോഴേക്കും നമുക്ക് അടുത്ത നമുക്ക് കരിവേപ്പില, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വേണം. ഓക്കെ, ഏകദേശം പൊട്ടി തുടങ്ങി, ബാക്കി സെറ്റാണ്. അടുത്ത് നമുക്ക് കുറച്ച് കരിവേപ്പിലാണ് വേണ്ടത്. കരിവേപ്പില ഒന്ന് കഴുകിയിട്ട് ഇതിലിട്ട് കൊടുക്കാം. കരിവേപ്പില നമുക്ക് 2 പച്ചമുളക് വേണം. പച്ചമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പച്ചമുളക് നമ്മൾ പൊട്ടിച്ച് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ ചേണ സവാളയും ബീട്രൂട്ടും ഇട്ട് കൊടുക്കാം. ഓക്കെ, ബീട്രൂട്ടും സവാള ഇട്ട് കഴിഞ്ഞു. എന്നിട്ട് ജസ്റ്റ് ഒന്നിട്ട് വരട്ടാം. ഓക്കെ, നല്ലോണം ഇട്ട് വരട്ടാം. നല്ലോണം ഇട്ട് വരട്ടി സെറ്റാക്കാം. കുറേ പുറത്തൊക്കെ പോകുന്നുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, നമുക്കിതിനെ എന്നിട്ട് പയ്യെ നമ്മളിപ്പോഴത്തെ ഗ്യാസോട്ട് ജസ്റ്റ് മാറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടാവട്ടെ. കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഇപ്പോഴത്തെ ഒരു സാധനം സെറ്റാക്കാറുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ കത്തിച്ച് വെച്ചാൽ രണ്ടാമത്തെ പാനിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊരു സൈഡിൽ നിന്ന് വേവുന്നുണ്ട്, ലോ ഫ്ലെയിമിൽ. ഓക്കെ, ലോ ഫ്ലെയിമിലാണ് വേവുന്നത്. അടുത്ത് നമുക്ക് വേറൊരു പാനിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3 പിടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇവിടെയൊക്കെ നമുക്കൊക്കെ ഇവിടെ കവറിലാണ് തേങ്ങ കിട്ടുന്നത്.
3 പിടിക്കുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അധികം കരിയാനും പാടില്ല, അധികം ഇതാവാനും പാടില്ല. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് എന്താ പറയുക, മുളക് പൊടി, പിന്നെ ജീരകം. കുറച്ച് മഞ്ഞപ്പൊടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അടുത്ത് നമുക്ക് മുളക് പൊടിയാണ് വേണ്ടത്. കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വളരെ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ജീരകം നമുക്ക് കുറച്ച് മതി, ആവശ്യത്തിന് ഇച്ചിരി മതി. ഓക്കെ, 1 സ്പൂണൊന്നും വേണ്ട. പിന്നെ ഞാൻ മിക്സിയിലിട്ട് അടിച്ചാണ് കുറച്ച് വെളുത്തുള്ളി മാത്രം, ഇഞ്ചി വേണ്ട, വെളുത്തുള്ളി മാത്രം. ഓക്കെ, എല്ലാവരും ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് എല്ലാവരും മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ലോ ഫ്ലെയിമിലായിരുന്നു ഇത്ര നേരം വെച്ചിരുന്നത്, ഇച്ചിരി കൂട്ടി കൊടുക്കാം. നല്ലോണം ഇട്ട് വഴറ്റാം. ഓക്കെ, നമുക്കത് ഇത്രയും മതി. നമ്മൾ പ്രവാസികളല്ലേ, നമ്മൾ എന്ത് ഉണ്ടാക്കി തന്നാലും കഴിക്കും. അപ്പോൾ ആരും മൈൻഡായിട്ട് ഞാൻ ചെയ്യണത്, പക്ഷേ ഉണ്ടാക്കുന്നതെല്ലാം നല്ല ടേസ്റ്റായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ സ്വന്തം റെസിപ്പിയല്ല, ഇതൊക്കെ എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. ഓക്കെ, അമ്മ പറഞ്ഞു തന്നു, ഞാൻ ഉണ്ടാക്കുന്നു, അങ്ങനെയാണ്. ഓക്കെ, ഇത്ര ഞാൻ സ്റ്റാർട്ടിങ് ടൈമിൽ പിന്നെ അമ്മയെ വീഡിയോ കോൾ ഇട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ അതിൻ്റെ പക്ഷേയില്ല, ഇപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കും, നമുക്ക് മൈൻഡിലുണ്ടല്ലോ. അതുകൊണ്ട് നല്ലോണം ഇട്ട് വയറ്റാം. ഗൈസ്, നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുക മാത്രമല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ തന്നെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ നോക്കണം. ഓക്കെ, വെറുതെ ഒന്ന് കാണല്. നല്ലോണം വയറ്റാം. ഓൾമോസ്റ്റ് ഒരു ഇതിലോട്ട് വരുമ്പോൾ നമ്മൾ ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മറ്റത് ഇവിടെ ഇരുന്ന് പിടിക്കുന്നുണ്ട്, അത് ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഓക്കെ, അത് ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇത് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വെളുത്തുള്ളി കൊണ്ട് ഇട്ടുകൊണ്ട് അത്യാവശ്യം നല്ല മണം വരുന്നുണ്ട്. ഇന്നലെ ഞാൻ ഇതേപോലെ ഒരു ഫുഡ് ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കണം. ഓക്കെ, നല്ല സപ്പോർട്ടായിരുന്നു, എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് നല്ല സപ്പോർട്ടായിട്ട് പറഞ്ഞു. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു, ഇത് മതിയാവും. ഇനി തീ ഓഫ് ചെയ്തു. ഇനി ഇതിനെ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ വലിയ ഫ്ലെയിമിലോട്ട് ആക്കാം. ഇത് ചെറിയൊരു ഫ്ലെയിം മാത്രമേ വരാറുള്ളൂ. ഓൾമോസ്റ്റ് നല്ല സെറ്റായി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചാൽ ഇതിലോട്ട് തട്ടാം. ഓക്കെ, എന്നിട്ട് നമുക്കിത് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഇന്നത്തെ പോലെ തന്നെ ഇന്ന് ഉപ്പ് മറന്നു. ഉപ്പ് കുറച്ച് നേരത്തെ ഇട്ട് കൊടുക്കേണ്ട സാധനമാണ്. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് മറക്കാൻ പാടില്ല. ഓക്കെ, ഉപ്പാണ് ഇത് മെയിൻ. ഉപ്പില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓൾമോസ്റ്റ് സെറ്റായി കാണിച്ചാൽ നമ്മുടെ നാട്ടിൽ അതേ ബീട്രൂട്ട് തോരൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സ്വന്തം റെസിപ്പിയല്ല, അമ്മയുടെ റെസിപ്പിയാണ്.
ഞാൻ പിന്നെ അങ്ങനെ യൂട്യൂബിൽ അങ്ങനെ വീഡിയോസ് കണ്ട് ഞാൻ അങ്ങനെ എന്താ പറയുക എനിക്കറിയില്ല, അത് എനിക്ക് അങ്ങനെ അറിയില്ല. നേരെ സ്ട്രൈറ്റ് ആയിട്ട് അമ്മയെ വിളിക്കും, അങ്ങനെ നോക്കി പഠിക്കുന്നതാണ്. ഓക്കെ, എന്താ ഓൾമോസ്റ്റ് നല്ല സെറ്റായിട്ടുണ്ട്. അയവ നല്ല അടിപൊളി മണം. അമ്മയെ ഞാൻ വീണ്ടും മിസ് ചെയ്യുന്നുണ്ട്. അയവ ഒരു രക്ഷയില്ല. ഇനി ഒരു 10 മിനിറ്റ് ഒരു ലോ ഫ്ലെയിം ഇട്ട് കൊടുക്കാം നമുക്ക്. ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ആവട്ടെ. ഓക്കെ, തിരിച്ച് കടച്ചു കൊടുക്കാം. ഓൾമോസ്റ്റ് നമ്മൾ തോര ഇവിടെ സെറ്റായി കഴിഞ്ഞു, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, രക്ഷയില്ല, പൊളി. ഇനി നമുക്ക് ഇതിൻ്റെ തീ ലോ ഫ്ലെയിം ഓഫ് ചെയ്യാം, മതിയാവും. ഓഫ് ചെയ്തു, എല്ലാം സെറ്റായി കഴിഞ്ഞു. ഓക്കെ, ഇത്ര തന്നെയാണ്. നമുക്ക് അടച്ച് വെച്ചേക്കാം. തീ ഓഫ് ചെയ്തു, തീഞ്ഞി ഇട്ടേക്കണ്ട, സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്ര നേരത്തെ കുക്കിങ്ങിന് ശേഷം ഞാൻ ഇപ്പോൾ റൂമിലോട്ട് വന്ന് കയറിയുള്ളൂ. നല്ല ടയർഡ് മീൻസ് നല്ല ചൂടായിരുന്നു അടുക്കളയിൽ. ഇതിനകത്ത് വന്ന് കയറിയപ്പോൾ എന്തൊരു ആശ്വാസമാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഉച്ചയ്ക്ക് ഇനി കഴിക്കുന്ന ഒരു ഇതായിട്ട് വരാം. അപ്പോൾ ഗൈസ് നമുക്കപ്പോൾ ഉച്ചത്തേക്കുള്ള ഭക്ഷണം കഴിച്ചാലോ? എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചാലോ? എന്താ പറയുന്നു, നല്ല ചൂട് ചോറ്, ഇന്നലത്തെ ചിക്കൻ കറി, പിന്നെ അതാ ഇന്നത്തെ സ്പെഷ്യൽ സാധനം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ബീട്രൂട്ട് തോരൻ. ഓക്കെ, നമുക്കൊരു പിടി പിടിച്ച് നോക്കിയാലോ. ചോറിനെടുത്ത് കുറച്ച് ചിക്കൻ കറി ഇതിലിട്ട് കുഴച്ച്, ഇതിന് കുറച്ച് തോരനിങ്ങനെ ഇട്ട് കുഴച്ച്. അയ്യവ നല്ല ചൂടുണ്ട് കേട്ടോ. കരിയേപ്പില ജസ്റ്റ് ഒന്ന് സൈഡാക്കാം, എന്നിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കിയല്ലേ. ഒരു രക്ഷയില്ല, പൊളി സാധനം. ഒരു രക്ഷയില്ല, പോയി കാണാം, സൂപ്പർ. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, ഇഷ്ടപ്പെട്ടാൽ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യൂ. ഓക്കെ, ഞാൻ കഴിക്കട്ടെ. ബൈ. ഹായ്. അപ്പോൾ ഊണ കഴിച്ച് ചെറുതായിട്ടൊന്ന് മയങ്ങിയപ്പോഴേക്കും ചെറിയൊരു ഓട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഓട്ടത്തിനായിട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്താണ് ചെറിയൊരു ഓട്ടം വന്നിട്ടുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, അത്ര ഞാൻ പറയുന്നുള്ളൂ. വേറെ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ ഞാൻ പറയാൻ. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കുറച്ചൊരു യാത്രയുണ്ട്, പോകണം. അപ്പോൾ പിന്നെ പോയിട്ടൊക്കെ വരാം, അല്ലേ ഗൈസ്? അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വ്ളോഗായിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.